എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു സജീവൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ 1946 ഫോം ചെയ്ത കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, നമ്മുടെ ഭരണഘടന നിർമ്മിച്ച് നമുക്ക് നൽകിയ അസംബ്ലിയിലെ സ്ത്രീകളെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ പറ്റി പഠിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകൾക്ക് ഇവരെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവരെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിന്റെ അവസാനത്തേക്ക് നമുക്ക് ഇവരെ പറ്റി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കാണാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള പ്രാധാന്യം വളരെ കുറവാണ്. അതിപ്പോൾ ലോക്സഭയിലേക്ക് ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ അസംബ്ലിയിലേക്ക് ആയിക്കഴിഞ്ഞാലും എത്രത്തോളം സ്ത്രീകൾ എലക്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. വളരെ ദയനീയമാണല്ലേ? ഈ അടുത്ത് ഗവൺമെന്റ് ഒരു അമെൻമെന്റ് പാസ്സാക്കിയിരുന്നു, ഭരണഘടനാ ഭേദഗതി പാസ്സാക്കി. ഏതാണത്? 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. എന്താണ് അതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, സ്ത്രീകൾക്ക് 33% റിസർവേഷൻ കൊടുക്കുക. ഇനി വരാൻ പോകുന്ന, ഈ നടക്കുന്നതല്ല, ഇനി വരാൻ പോകുന്ന ലോക്സഭ ഇലക്ഷനിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിലേക്കും ഒക്കെ സ്ത്രീകൾക്ക് 33% റിസർവേഷൻ കൊടുക്കുക. അപ്പോൾ ഈ 2024 ഇതാണ് അവസ്ഥയെങ്കിൽ 1946 അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ കാലഘട്ടത്തിലും കഷ്ടപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ, ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കുന്ന അസംബ്ലിയിലെ ഭാഗമായെങ്കിൽ ഈ 15 പേരും സൂപ്പർ സ്റ്റാറുകളാണ്. ഈ 15 പേരും സൂപ്പർ സ്റ്റാറുകളാണ്. സോ അവരെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, അല്ലേ? തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങളിൽ പലർക്കും ഇവരിൽ ചില ആൾക്കാരൊക്കെ അറിയായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പാലക്കാട്ടുകാർക്ക് അമ്മു സ്വാമിനാഥൻ അല്ലെങ്കിൽ അമ്മുക്കുട്ടി സ്വാമിനാഥൻ അറിയായിരിക്കും. ഇനി നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ആനി മസ്കറിനെ അറിയായിരിക്കും. എറണാകുളംകാരാണെങ്കിൽ നിങ്ങൾക്ക് ദാക്ഷായിനി വേലായുധൻ അറിയായിരിക്കും. സോ ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 15 പേരെ പറ്റിയും നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് അറിഞ്ഞിരിക്കണം. മാത്രമല്ല, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? ദിസ് ഈസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 1946 ഫോം ചെയ്ത നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. കേട്ടോ? 1947 എന്താ സംഭവിച്ചേ? ഇന്ത്യ പാകിസ്ഥാനായിട്ട് അങ്ങനെ വിഭജിക്കപ്പെട്ടു, അല്ലേ? ആ പാർട്ടീഷന് ശേഷം നല്ലൊരു ശതമാനം ആൾക്കാരും എങ്ങോട്ട് പോയി? പാകിസ്ഥാനിലേക്ക് പോയി. കാരണം വേറൊരു രാജ്യമായല്ലോ. അപ്പൊ ഈ നമ്പർ 389 നിന്ന് താഴേക്ക് വന്നു, 299 ആയി, 299 ആയി. ഈ 389 പേരിൽ എത്ര പേരായിരുന്നു സ്ത്രീകൾ എന്ന് RRBക്കും SSBക്കും ചോദിച്ചിട്ടുണ്ട്. എത്ര പേരായിരുന്നു സ്ത്രീകൾ? നോട്ട് ചെയ്യുക, 15 പേരായിരുന്നു. 15 പേര്. ആ 15 പേരുടെ ഫോട്ടോയും ഇതിലില്ല. ഇത് പഴയ പിക്കാണ്. ഇത് അതിൻ്റെ ഒരു റീമാസ്റ്റേർഡ് വേർഷൻ ആണ്. അപ്പോൾ ഇവരുടെ ഫോട്ടോസിന്റെ ഒക്കെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ആലോചിച്ച് നോക്കുക, ഹിസ്റ്ററിയിൽ അത്രത്തോളം പ്രാധാന്യമുള്ള ഇവരുടെ ഫോട്ടോസ് പോലും, പല വ്യക്തികളുടെയും നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് പോലും അവൈലബിൾ അല്ല. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ക്രിസ്പായിട്ട്, കോംപ്രിഹെൻസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ വീഡിയോയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വാളിറ്റി വീഡിയോസ് ഇനിയും ലഭിക്കും, ഫ്രീ ആയിട്ട് ലഭിക്കും. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാലോ, സൈലത്തിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കൂട്ടുകാർക്ക്, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്തെത്തിക്കുക. കേട്ടോ? നമുക്ക് ആദ്യത്തെ വ്യക്തിയെ പറ്റി പഠിക്കാം. ആദ്യത്തെ വ്യക്തിയാണ് ദുർഗാബായി ദേശ്മുഖ്. നോട്ട് ചെയ്തോളുക, ദുർഗാബായി ദേശ്മുഖ്. അവരുടെ ഫുൾ നെയിം ഗമ്മിഡിരാല ദുർഗാബായി ദേശ്മുഖ് എന്നാണ്. ചില കേസുകളിൽ നിങ്ങൾ ജി ദുർഗാബായി എന്ന് മാത്രം കാണും. സോ ആ ജിയുടെ ഫുൾ ഫോം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അവരുടെ പേര് ദേശ്മുഖ് എന്നാണെങ്കിലും അവരൊരു മറാത്ത അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്തുള്ളവരായിരുന്നില്ല. അവർ ജനിച്ചത് ആന്ധ്രാപ്രദേശിലെ, ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ രാജമണ്ഡ്രി എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങളപ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ പ്രതിമ കാണാൻ കഴിയും. കാരണം വേറൊന്നുമില്ല, അവർ ആന്ധ്രാപ്രദേശുകാരിയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ രാജമണ്ഡ്രിയിലാണ് അവർ ജനിച്ചത്. അവരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1936-37 കാലഘട്ടത്തിൽ അവർ ആന്ധ്ര മഹിളാ സഭ രൂപീകരിച്ചു. അപ്പോൾ പേര് കേട്ടാൽ തന്നെ അറിയാം, മഹിളാ സ്ത്രീകൾക്ക് വേണ്ടി, ആന്ധ്ര തെലുഗു സ്ത്രീകൾക്ക് വേണ്ടി ഒരു സമിതി അവർ രൂപീകരിച്ചു. അപ്പോൾ നമ്മൾ പറയുന്നത് പ്രീ ഇൻഡിപെൻഡന്റ് ആണ്. അന്ന് ആന്ധ്രാപ്രദേശിന് ഒരു കോൺസെപ്റ്റ് ഇല്ല. അന്ന് മദ്രാസിന്റെ ഭാഗമാണ് ഈ പറയുന്ന തെലുഗു സ്പീക്കിംഗ് ഏരിയാസ്. കേട്ടോ? അടുത്തത്, ഇവര് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തു. ഇവരെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എവിടെ നിന്നും? ഉത്തരം മദ്രാസ്. കാരണം അന്ന് ആന്ധ്രാപ്രദേശ് ഇല്ല, മദ്രാസ് പ്രൊവിൻസിന്റെ ഭാഗമാണ്. അങ്ങനെ ദുർഗാബായി ദേശ്മുഖ് മദ്രാസിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 1953 അവർ വിവാഹം ചെയ്ത വ്യക്തിയുടെ പേര് ചിന്താമൻ ദ്വാരകനാഥ് ദേശ്മുഖ്. എന്താണ്? ചിന്താമൻ ദ്വാരകനാഥ് ദേശ്മുഖ്, CD ദേശ്മുഖ്. കേട്ടിട്ടുണ്ടല്ലോ, CD ദേശ്മുഖ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? ഇന്ത്യയുടെ
നമ്മുടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ആയിരുന്നു ആര്? CD ദേശ്മുഖ്. RBI എന്ന് പറയുന്നത് 1935 നമുക്കറിയാം ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ നിയമപ്രകാരം വന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. പിന്നീടാണ് അത് നാഷണലൈസ് ചെയ്യപ്പെട്ടത്. ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷമാണ് ഇന്ത്യ അത് നാഷണലൈസ് ചെയ്യപ്പെട്ടത്. അപ്പൊ ആദ്യം അപ്പോയിന്റ് ചെയ്തപ്പോൾ അതിന് വന്നത് ഒരു ബ്രിട്ടീഷ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്തായത്? RBI ഗവർണറായത്. അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യക്കാരൻ ഗവർണറായി. ആ വ്യക്തി ആരാണ്? ആ വ്യക്തിയുടെ പേരാണ് CD ദേശ്മുഖ്. കേട്ടോ, 1943 മുതൽ 1949 വരെ. അപ്പൊ അതിന്റെ ബ്യൂട്ടി മനസ്സിലായോ? ഇൻഡിപെൻഡന്റ് ആകുന്നതിന് മുൻപേ RBIയുടെ ഗവർണർ ആകാൻ കഴിഞ്ഞ ഇന്ത്യക്കാരനാണ് ആര്? CD ദേശ്മുഖ്. അപ്പൊ അത്രത്തോളം അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലേ? ആ അറിവ് ഉപയോഗിച്ച ആൾ എന്തായി മാറി? ലേറ്റർ ഹി ബിക്കെയിം ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ന് നമ്മുടെ ശ്രീമതി നിർമ്മല സീതാരാമൻ ഇരിക്കുന്ന ഒരു പൊസിഷനിലെ ആ പൊസിഷനിലേക്ക് അദ്ദേഹം വന്നു ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം 1950 മുതൽ 56 വരെ. ഹി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ RBI ഗവർണർ. പിന്നെ ലേറ്റർ ഹി ബിക്കെയിം ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അങ്ങനെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ദുർഗാബായ് ദേശ്മുഖിനെ കല്യാണം കഴിച്ചത്. അപ്പോൾ ദുർഗാബായ് ദേശ്മുഖിന്റെ പ്രധാനപ്പെട്ട ബുക്കുകൾ എന്തൊക്കെയാണ്? ചിന്താമൻ ആൻഡ് ഐ, ചിന്താമനും ഞാനും. ചിന്താമൻ ആരാണ്? അവരുടെ ഭർത്താവാണ്. അടുത്തത് ദ സ്റ്റോൺ ദാറ്റ് സ്പീക്കത്ത്. ഈ സ്പീക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ കാലഹരണപ്പെട്ട ഇംഗ്ലീഷ് വാക്കുകളാണ്. സംസാരിക്കുന്ന കല്ല് എന്നായിരിക്കാം അർത്ഥം. ദ സ്റ്റോൺ ദാറ്റ് സ്പീക്സ് എന്നായിരിക്കാം അർത്ഥം. കേട്ടോ, എന്നായിരിക്കാമെന്നല്ല, എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? ദുർഗാബായ് ദേശ്മുഖ്. ഈ ഒരാളെ പറ്റി ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ വ്യക്തിയിലേക്ക് പോകാം. അമ്മു സ്വാമിനാഥൻ അല്ലെങ്കിൽ അമ്മുക്കുട്ടി സ്വാമിനാഥൻ. 1894 മുതൽ 1978 വരെ. നിങ്ങളത് ജനിച്ച വർഷം മരിച്ച വർഷം ചോദിക്കില്ല, നിങ്ങളത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അമ്മുക്കുട്ടി സ്വാമിനാഥൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മലയാളി പേരാണല്ലേ. ഇന്നത്തെ പാലക്കാട്ടില് അന്നത്തെ മദ്രാസ് പ്രൊവിൻസിൽ ജനിച്ച അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എത്തിയത് എവിടെ നിന്നായിരിക്കും? തീർച്ചയായിട്ടും മദ്രാസിൽ നിന്നുമായിരിക്കും. അപ്പോൾ ഞാനീ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, മദ്രാസിൽ നിന്നും വന്നവർ ഓർത്തിരിക്കണോ? അല്ലെങ്കിൽ യുണൈറ്റഡ് പ്രൊവിൻസസ്, ഇന്നത്തെ UP ഉത്തർപ്രദേശിൽ നിന്ന് വന്ന അത് ഓർത്തിരിക്കണം. തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. കാരണം ദർ ഈസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, നമ്മളത് കാണും കേട്ടോ. അങ്ങനെ മദ്രാസിൽ നിന്നും അമ്മു സ്വാമിനാഥൻ എവിടെ എത്തി? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എത്തി. ഇതാ ഈ സുന്ദരിയായ സ്ത്രീയാണ് അമ്മു സ്വാമിനാഥൻ. അവർ ആക്റ്റീവ് പൊളിറ്റിക്സ് നിർത്തിയില്ല. ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി. ഇന്ത്യയിലേക്ക് 1951-52 കാലഘട്ടത്തിൽ ഇലക്ഷൻ വന്നു ഫസ്റ്റ് ലോക്സഭയിലേക്ക്. ആ ഫസ്റ്റ് ലോക്സഭയിലും അവർ മെമ്പറായിരുന്നു. അവരെ പറ്റി പഠിക്കുമ്പോൾ ഇവരുടെ ഫാമിലിയെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നോട്ട് ചെയ്തോളുക. അവരുടെ ഒരു മകളാണ് ലക്ഷ്മി സ്വാമിനാഥൻ. ലക്ഷ്മി സ്വാമിനാഥൻ നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഇല്ല, പക്ഷേ ലക്ഷ്മി സെഹ്ഗാൾ, ക്യാപ്റ്റൻ ലക്ഷ്മി സെഹ്ഗാൾ എന്ന് കേൾക്കാത്ത ഇന്ത്യക്കാർ ആരുമില്ല അല്ലേ? ആരാണ്? ഇതാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സെഹ്ഗാൾ. ഇതാരാണെന്ന് അറിയാലോ? സുഭാഷ് ചന്ദ്രബോസ്, നമ്മുടെ നേതാജി അല്ലേ? നേതാജിയുടെ കൂടെ ചേർന്ന് മിലിറ്ററി യൂണിഫോം അണിഞ്ഞു നിൽക്കുന്ന ആ വ്യക്തി ആരാണ് നിങ്ങൾക്കറിയാം? ഇന്ത്യൻ നാഷണൽ ആർമിയിൽ അദ്ദേഹത്തിന്റെ കൂടെ പങ്കെടുത്ത് പ്രവർത്തിച്ച വ്യക്തി ക്യാപ്റ്റൻ ലക്ഷ്മി സെഹ്ഗാൾ. ആരുടെ മകളായിരുന്നു? അമ്മു സ്വാമിനാഥന്റെ മകളായിരുന്നു. അപ്പൊ ലക്ഷ്മി സെഹ്ഗാൾ അല്ലെങ്കിൽ ലക്ഷ്മി സ്വാമിനാഥനും ഒരു മലയാളി ഒറിജിൻ ഉണ്ട്. അടുത്ത വ്യക്തി നോട്ട് ചെയ്യുക. അവരുടെ അടുത്ത മകളാണ് മൃണാളിനി സാരാഭായി. സാരാഭായി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കേട്ടുള്ള പേരെന്താണ്? വിക്രം സാരാഭായി അല്ലേ? വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്ന് കേട്ടിട്ടില്ലേ തിരുവനന്തപുരത്ത്? ഈ വിക്രം സാരാഭായിയെ കല്യാണം കഴിച്ചു മൃണാളിനി സാരാഭായി വിക്രം സാരാഭായിയെ വിവാഹം ചെയ്തു. കേട്ടോ, ഇവർക്കൊരു മകളുണ്ട് മല്ലിക സാരാഭായി. ആ മല്ലിക സാരാഭായിയും കേരള കലാമണ്ഡലവും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണ് ആ റിലേഷൻ എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചെയ്യുക. മല്ലിക സാരാഭായിയും പിന്നെ മൃണാളിനി സാരാഭായി അല്ല ഞാൻ പറയുന്നത്, അവരുടെ മകളെ പറ്റിയാണ് പറയുന്നത്. അവരും കേരള കലാമണ്ഡലവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. മൂന്നാമത്തേലേക്ക് പോയാലോ? മൂന്നാമത്തെ വ്യക്തി ഒരു ഫയർ ബ്രാൻഡ് ലീഡർ ആയിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് ദാക്ഷായണി വേലായുധൻ. പേര് കേട്ടാൽ അറിയാം, മലയാളി. 1912 മുതൽ 1978 വരെ. ഇന്നത്തെ എറണാകുളം ഭാഗത്താണ് ജനിച്ചത്. അവര് എറണാകുളത്ത് ജനിച്ച് അവരൊരു പിന്നോക്ക വിഭാഗത്തിലാണ് ജനിച്ചത്. നമ്മൾ ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്നുള്ള പ്രാക്ടീസൊക്കെ നിലനിന്നിരുന്ന സ്ഥലമാണ് കേരളം. സോ അങ്ങനെ തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിൽ ജനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് രാഷ്ട്രീയത്തിൽ ആക്റ്റീവായി പിന്നീട് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ഒരു മെമ്പറായി. മനസ്സിലായോ? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പറായി. ലേറ്റർ ഷി വാസ് എ മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് മെമ്പറായി. എവിടെ നിന്നും? മദ്രാസിൽ നിന്നും. അവരുടെ പ്രത്യേകത എന്താണ്? ഞാൻ ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഇതാണ് അവരെ പറ്റി ചോദിച്ച ചോദ്യം. ഷി വാസ് ദ ഓൺലി ദളിത് വുമൺ മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി.
കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഏക ദളിത് വനിതയായിരുന്നു നമ്മുടെ സ്വന്തം ദാക്ഷായണി വേലായുധൻ. എന്താ ഈ ദാക്ഷായണി വേലായുധനെ പറ്റി ഞാൻ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ ചിരിക്കുന്ന ഫോട്ടോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സെയിം പോസാണ് ആളുടെ മിക്കവാറും എല്ലാ ഫോട്ടോസിലും. 1-2 ഫോട്ടോസ് കഷ്ടിയാണ് എനിക്ക് ചിരിക്കുന്നത് കിട്ടിയത്. അപ്പോൾ അതിൽ ക്ലാരിറ്റി കുറവായിരുന്നുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോസ് എടുക്കാത്തത് കേട്ടോ. ഷി വാസ് മാരീഡ് ടു ആർ വേലായുധൻ. ഈ ആർ വേലായുധൻ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ കല്യാണത്തിന് സാക്ഷ്യം വഹിച്ച് ഒരുപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ടവരാണ് കേട്ടോ. ഇവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഈ ആർ വേലായുധൻ എന്ന് പറയുന്ന വ്യക്തി ലോക്സഭയിലെ മെമ്പറായപ്പോൾ, ഫസ്റ്റ് ലോക്സഭയിലെ മെമ്പറായപ്പോൾ, ഭാര്യയും ഭർത്താവും ലോക്സഭയിലെ മെമ്പറായപ്പോൾ എനിക്ക് തോന്നുന്നു ഏക ദളിത് കപ്പിളാണ് ഏത് നമ്മുടെ ഫസ്റ്റ് ലോക്സഭയിലുള്ളത്. ദാക്ഷായണി വേലായുധനും അവരുടെ ഭർത്താവ് ആർ വേലായുധനും. അടുത്തത് 1977 ഷീ സെറ്റപ്പ് വുമൻസ് റൈറ്റ്സ് ഓർഗനൈസേഷൻ മഹിളാ ജാഗൃതി പരിഷത്ത്. മഹിളാ ജാഗൃതി പരിഷത്ത് എന്ന് പറയുന്ന സംഘടന സ്ത്രീകളുടെ അവകാശങ്ങളും മറ്റും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച വ്യക്തി ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. 2019 നിങ്ങൾ പത്രം സ്ഥിരമായിട്ട് വായിക്കുന്നവരാണെങ്കിൽ, വായിക്കാൻ ചാൻസ് കുറവാണല്ലേ, വായിക്കുന്നവരാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ത്, കേരള ഗവൺമെന്റ് ഒരു അവാർഡ് രൂപീകരിച്ചു, ദാക്ഷായണി വേലായുധൻ അവാർഡ്. കേരളത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ അവാർഡ്. മറ്റ് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, എംപവർമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കേരളത്തിലുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന അവാർഡാണ് ഏത്? ദാക്ഷായണി വേലായുധൻ അവാർഡ്. അപ്പൊ ഏത് സംസ്ഥാനമാണ് അവാർഡ് രൂപീകരിച്ചത്? കേരളമാണ്. ക്ലിയർ ആണല്ലോ. ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന ആ ഒരു ഫയർ ബ്രാൻഡ് ലീഡറെ പറ്റി നിങ്ങൾക്ക് എല്ലാം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇവരെ പറ്റി പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അവർ അംബേദ്കറിന്റെ ക്ലോസ് ആയിട്ട് പ്രവർത്തിച്ചപ്പോൾ പോലും അംബേദ്കറിന്റെ ആശയങ്ങളെ വരെ ചോദ്യം ചെയ്തൊരു വ്യക്തിയാണ് ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട്, നമ്മുടെ ക്ലാസ്സുകളിലും മറ്റുമായിട്ട് നമുക്ക് കാണാം. ഇന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകാം. അടുത്ത വ്യക്തി ആനി മസ്കറിൻ, തിരുവനന്തപുരംകാരുടെ സ്വന്തം ആനി മസ്കറിൻ തിരുവനന്തപുരത്ത് ജനിച്ചു. പിന്നീട് ട്രാവൻകൂർ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറായി. കുറച്ചു കാലം ഒരു മിനിസ്റ്റർ ആയിരുന്നു. ഹെൽത്ത് ആൻഡ് പവർ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ അവരുടെ കയ്യിലായിരുന്നു. ആനി മസ്കറിൻ. വഴുതക്കാട് ഭാഗത്തുള്ള ഇവരുടെ സ്റ്റാച്ചു നിങ്ങൾ വഴുതക്കാട് ഭാഗത്ത് പോയാൽ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും ആരാണ് ഇതെന്ന്. ഇവരാണത്. അവര് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് എത്തിയത് പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്ന ട്രാവൻകൂർ കൊച്ചിനെ റെപ്രസെന്റ് ചെയ്താണ്. മദ്രാസ് എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്ന പ്രൊവിൻസ് ആണ്. അപ്പോൾ ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്നും വന്നിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്ന ട്രാവൻകൂർ ആൻഡ് കൊച്ചിനിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എത്തിയ വ്യക്തിയാണ് ആര്? ആനി മസ്കറിൻ. ക്ലിയർ ആണല്ലോ. ലേറ്റർ ഷി ബിക്കേം ദ മെമ്പർ ഓഫ് ദ ഫസ്റ്റ് ലോക്സഭ. തിരുവനന്തപുരത്ത് നിന്നും ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ടാണ് ജയിച്ചത്. ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് ജയിക്കുക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ഒരു ഇലക്ഷൻ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പാർട്ടിയിലേക്ക് നിൽക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജയിക്കണമെങ്കിൽ നിങ്ങൾ അത്രത്തോളം സ്വീകാര്യനായിരിക്കണം. സോ അത്രത്തോളം സ്വീകാര്യത ഉണ്ടായിരുന്നു ആർക്ക്? ആനി മസ്കറിന്. ക്ലിയർ ആണല്ലോ. അടുത്ത വ്യക്തിയിലേക്ക് പോകാം. ഹൻസ ജീവരാജ് മെഹ്ത. ഹൻസ ജീവരാജ് മെഹ്ത 1897 മുതൽ 1995 വരെ വലിയൊരു കാലഘട്ടം അവർ ജീവിച്ചു അല്ലേ. ഹൻസ ജീവരാജ് മെഹ്ത അവർ ജനിച്ചത് ഇന്നത്തെ ഗുജറാത്തിലുള്ള സൂറത്തിലാണ്. ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം നമുക്ക് ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇല്ല, നമുക്കത് അറിയാമത്. സ്റ്റേറ്റ് റീഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ബോംബെയിൽ നിന്ന് മാറിയിട്ടാണ് ഈ ഗുജറാത്തും മറ്റു കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നത്. അന്ന് അവര് അന്നത്തെ ബ്രിട്ടീഷ് ബോംബെയുടെ ഭാഗമാണ്. ഓട്ടോമാറ്റിക്കലി ഷി വാസ് എലക്ടഡ് ടു ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പോൾ അവർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് എത്തിയത് എവിടെ നിന്നായിരിക്കും? ബോംബെയിൽ നിന്നുമായിരിക്കും. അതിന് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല അല്ലേ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇവരെ പറ്റി ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, ഇവരുടെ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് മാത്രമായിരുന്നില്ല. ഷി വാസ് എ മെമ്പർ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് സബ് കമ്മിറ്റി ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ. സ്ത്രീകളുടെ സ്റ്റാറ്റസിനെ പറ്റി ഫോം ചെയ്ത യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സബ് കമ്മിറ്റിയിൽ ഇവരൊരു മെമ്പറായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടന എപ്പോഴാണ് ഫോം ചെയ്തത്? 1945 അല്ലേ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ആദ്യ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ ഒരു ഡോക്യുമെന്റ് എന്ന് പറയപ്പെടുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ ചാർട്ടറിന് ശേഷം, അതായത് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്ത ചാർട്ടറിന് ശേഷം അവരുടെ ഏറ്റവും വലിയ അവർ ഫോം ചെയ്തൊരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ആണ്. മനുഷ്യാവകാശങ്ങളെ പറ്റി, മനുഷ്യാവകാശങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ മനുഷ്യന്മാരും മനുഷ്യരായതുകൊണ്ട് അവർക്കുള്ള അവകാശങ്ങൾ, അത് യുണൈറ്റഡ് നേഷൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ്. അത് ഏത് വർഷമാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിലവിൽ വന്നത് 1948 അപ്പോൾ അത് ഡ്രാഫ്റ്റ് ചെയ്തൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി എലീനർ റൂസ്വെൽറ്റ് ആണ്
ചെയർ ചെയ്തത്, എലീനർ റൂസ്വെൽറ്റ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യ എലീനർ റൂസ്വെൽറ്റ്. ആ കമ്മിറ്റിയുടെ വൈസ് ചെയർ ആയിരുന്നു ആര്? നമ്മുടെ ഹൻസ ജീവരാജ് മെഹ്ത. ഹൻസ മെഹ്ത. അപ്പോൾ അവരുടെ പ്രാധാന്യം മനസ്സിലായോ? ജസ്റ്റ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടവരല്ല ഹൻസ ജീവരാജ് മെഹ്ത. അടുത്ത പോയിന്റ് നോട്ട് ചെയ്യുക. ഷീ ബിക്കെയിം ദ ഫസ്റ്റ് ഫീമെയിൽ വൈസ് ചാൻസലർ. ഓരോ യൂണിവേഴ്സിറ്റിക്കും ചാൻസലർമാരുണ്ട്. നമുക്കറിയാം ഇന്ന് പല സംസ്ഥാനങ്ങളിലും പല യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തെ ഗവർണർ ആയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നു. നമുക്ക് മറ്റൊരു ദിവസം പൊളിറ്റി പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം. വൈസ് ചാൻസലറിനെ അപ്പോയിന്റ് ചെയ്യുകയാണല്ലേ. അങ്ങനെ ഒരു വനിത ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി. ആ വനിതയാണ് ആരെ? നോട്ട് ചെയ്യുക, ഹൻസ മെഹ്ത. ഹൻസ മെഹ്ത. SNDT യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് ബോംബെയിലുള്ള യൂണിവേഴ്സിറ്റിയുടെ, ബോംബെയിൽ തന്നെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ആയപ്പോൾ, വൈസ് ചാൻസലർ ആയപ്പോഴാണ് അവർക്ക് ആ ഒരു ഡിസ്റ്റിങ്ക്യൂഷൻ ലഭിച്ചത്. കേട്ടോ. അടുത്തത് കമല ചൗധരി. ആറാമത്തെ വ്യക്തി കമല ചൗധരി. 1908 ജനനം, 1970 മരണം. എഗെയിൻ ഞാൻ പറയുകയാണ്, ആ വർഷങ്ങൾ ഓർത്തിരിക്കണ്ട. ലക്നൌവിലാണ് ജനിച്ചത്. ലക്നൗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. എവിടെ? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് അന്ന് അറിയപ്പെട്ടിരുന്നത്, ആ ഒരു 46 കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് UP എന്ന് തന്നെയാണ്, യുണൈറ്റഡ് പ്രൊവിൻസസ്. സോ ഷീ ബിക്കെയിം എ മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫ്രം യുണൈറ്റഡ് പ്രൊവിൻസസ്. കേട്ടോ, UP ഓർത്തിരിക്കുക. 1946 അവര് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് വന്നത് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നുമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? 1951-52 സോ അതുവരെ നമുക്കൊരു പ്രൊവിഷണൽ പാർലമെന്റ് ഉണ്ടായിരുന്നു അല്ലേ. ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി 1947 മുതൽ ആദ്യത്തെ ഇലക്ഷൻ നടന്ന ആദ്യത്തെ പാർലമെന്റ് ഫോം ചെയ്ത് 1952 വരെ. ആ പ്രൊവിഷണൽ പാർലമെന്റിലും അവർ മെമ്പറായിരുന്നു. കമല ചൗധരി മെമ്പറായിരുന്നു. കമല ചൗധരിയുടെ ഇതിലും നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഇമേജ് ഒന്നും കിട്ടുന്നില്ല. സോ അത്രത്തോളം എന്താ പറയുക, നെഗ്ലക്ട് ചെയ്തപ്പെട്ടവരാണ് ഈ 15 പേരിൽ പലരും. അവരുടെ ഇൻഫോർമേഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഡെപ്പോസിറ്ററി ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. അടുത്ത വ്യക്തിയാണ് ബീഗം ഐസാസ് റസൂൽ. 1909 ജനിച്ച് 2001 മരിച്ച ബീഗം ഐസസ് റസൂൽ. അവർ ജനിച്ചത് ലാഹോറിലാണ്. നോട്ട് ചെയ്യുക, ലാഹോർ. ലാഹോർ എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇന്നത്തെ പാകിസ്ഥാനി പഞ്ചാബിലാണ്. പാകിസ്ഥാനിലുള്ള പഞ്ചാബ് ഉണ്ടല്ലോ, ഇന്ത്യയിലും പഞ്ചാബുണ്ട്, പാകിസ്ഥാനിലും പഞ്ചാബുണ്ട്. പഞ്ചാബിന് വിഭജിച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ പാകിസ്ഥാനി പഞ്ചാബിലുള്ള ലാഹോറിലാണ് ആര് ജനിച്ചത്? ബീഗം ഐസസ് റസൂൽ. സോ പേര് കേട്ടാൽ അറിയാം അതൊരു മുസ്ലിം ലേഡിയാണല്ലേ. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോട്ട് ചെയ്യുക. ഷീ വാസ് ദ ഓൺലി മുസ്ലിം വുമൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഏക മുസ്ലിം വനിതയായിരുന്നു ആര്? ബീഗം ഐസസ് റസൂൽ. അവരെ ഏത് പ്രൊവിൻസിനെ റെപ്രസെന്റ് ചെയ്ത് വന്നത്? നോട്ട് ചെയ്യുക, യുണൈറ്റഡ് പ്രൊവിൻസസ്. യുണൈറ്റഡ് പ്രൊവിൻസസ്. ഏത് പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു? നോട്ട് ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്, മുസ്ലിം ലീഗ് മെമ്പർ. മുസ്ലിം ലീഗിനെ റെപ്രസെന്റ് ചെയ്ത് UP നിന്നും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് വന്നവരാണ് ആര്? ബീഗം ഐസസ് റസൂൽ എന്ന് പറയുന്നത്. പിന്നീട് അവർ രാജ്യസഭയിലെ മെമ്പറായി. പിന്നീട് ഉത്തർപ്രദേശിലെ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനിൽ അവിടെ മത്സരിച്ചു. കുറേ കാലം MLA ആയിരുന്നു. അങ്ങനെ അവർ ആക്റ്റീവായിട്ട് അവരുടെ പൊളിറ്റിക്കൽ കരിയർ അവർ മുന്നോട്ട് പോയി. പാകിസ്ഥാൻ പാർട്ടീഷനെ ക്രിട്ടിസൈസ് ചെയ്തവരാണ് അവർ. പിന്നെ മൈനോറിറ്റി റിസർവേഷൻ എന്നുള്ള കോൺസെപ്റ്റിനെ തൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ചോദ്യം ചെയ്തവരാണ് അവർ. അവരൊരു റെവല്യൂഷണറി ആയിരുന്നു. ഒരു എന്താ പറയുക, ആ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഏറ്റവും റെവല്യൂഷണറി ആയിരുന്ന 2 സ്ത്രീകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഒന്ന് ദാക്ഷായണി വേലായുധനും ഒന്ന് ബീഗം ഐസസ് റസൂലുമാണ്. കേട്ടോ. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഹോക്കി അവർ ഒരുപാട് പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഷി വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ വുമൻസ് ഹോക്കി ഫെഡറേഷൻ. ലേറ്റർ ഷി വാസ് ദ പ്രസിഡന്റ് ഓഫ് ഏഷ്യൻ വുമൻസ് ഹോക്കി ഫെഡറേഷൻ. കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവരെ പറ്റി ചോദിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പറായിരുന്ന ഏത് സ്ത്രീയാണ് ഇന്ത്യൻ വുമൻസ് ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഏഷ്യൻ വുമൻസ് ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിരുന്നത്? അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യമാണ്, ഫ്രം പർദ ടു പാർലമെന്റ്, പർദയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്നുള്ള ഓട്ടോബയോഗ്രഫി എഴുതിയ വ്യക്തി ആരാണ്? അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, പർദ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിലേറ്റഡ് ടു മുസ്ലിം വനിതകളാണ് അല്ലെ. സോ അങ്ങനെ മുസ്ലിമായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എത്തിയ ഒരേ ഒരു വനിത ആരാണ്? ബീഗം ഐസസ് റസൂലാണ്. അപ്പൊ അതിനുള്ള ഉത്തരം കിട്ടിയല്ലോ, പർദ ടു പാർലമെന്റ്. അടുത്ത വ്യക്തി പൂർണിമ ബാനർജി. 1911 ജനനം, 1951 മരണം. കേട്ടോ. ഇന്നത്തെ ഹരിയാന, അന്നത്തെ പഞ്ചാബിലാണ് അവർ ജനിച്ചത്. പൂർണിമ ബാനർജി. അവർ എഗെയിൻ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നുമാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എത്തിയത്.
അവരെ പറ്റി നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല, എന്നാൽ അവരുടെ പെങ്ങളെ പറ്റി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പെങ്ങളുടെ പേരാണ് അരുണ അസഫ് അലി. എന്താണ്? അരുണ അസഫ് അലി. എന്താ അവരെ പറ്റി ചോദിച്ചിട്ടുള്ളത്? കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഒരു PYQ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അരുണ അസഫ് അലിയെ പറ്റി ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം എന്താണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്നപ്പോൾ 1940കളിലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്നപ്പോൾ ബോംബെയിലുള്ള, എവിടെ? ബോംബെയിലുള്ള ഗോവാളിയ ടാങ് മൈതാൻ എന്ന് പറഞ്ഞ മൈതാനത്ത് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് വീശി പ്രശസ്തയായ സ്ത്രീയാണ് ആര്? അരുണ അസഫ് അലി. ഈ അരുണ അസഫ് അലിയുടെ സിസ്റ്ററാണ് പൂർണിമ ബാനർജി. കേട്ടോ? അപ്പൊ ഇതാണ് പൂർണിമ ബാനർജി, ഇതാണ് അരുണ അസഫ് അലി. കേട്ടോ? അരുണ അസഫ് അലി. ക്ലിയർ ആണല്ലോ? ഫുൾ റെവല്യൂഷണറി ഫാമിലി ആണല്ലേ. അടുത്തത് സുചേത കൃപാലിനി. സുചേത കൃപാലിനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കൃപാലിനി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് എന്താണ്? നോട്ട് ചെയ്തുകൊള്ളുക. ആചാര്യ JB കൃപാലിനി. ഈ ആചാര്യ JB കൃപാലിനിയുടെ ഭാര്യയായിരുന്നു സുചേത കൃപാലിനി. ആചാര്യ JB കൃപാലിനെ പറ്റി ചോദിച്ചിട്ടുള്ള ചോദ്യം, ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം ഒന്ന് മാത്രമാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ, ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഏത് വർഷം? അതാണ് പ്രാധാന്യം. 1947 ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയല്ലോ. ആ ഒരു പവർ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത്, പാർട്ടീഷൻ നടന്ന് ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമാകുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? നോട്ട് ചെയ്യുക. JB കൃപാലിനി, ആചാര്യ കൃപാലിനി എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആര്? സുചേത കൃപാലിനി. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു എന്നുള്ളതല്ല അവരുടെ ഡിസ്റ്റിങ്ഷൻ. അവരുടെ ക്വാളിറ്റി എന്താണ്? അവരുടെ ഒരു ഇൻഡിപെൻഡന്റ് ക്വാളിറ്റി എന്താണ്? നോട്ട് ചെയ്തോളുക. ഷി വാസ് ഇന്ത്യാസ് ഫസ്റ്റ് ഫീമെയിൽ ചീഫ് മിനിസ്റ്റർ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ വനിതാ മുഖ്യമന്ത്രി, ആദ്യമായിട്ടൊരു വനിതാ മുഖ്യമന്ത്രിയായത് ഏത് സംസ്ഥാനത്തിനാണ്? ഉത്തർപ്രദേശ്. 1963 മുതൽ 67 വരെ. ചെറിയ സംസ്ഥാനമൊന്നുമില്ല. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ആര്? സുചേത കൃപാലിനി. 1963 മുതൽ 1967 വരെ. കേട്ടോ? അടുത്തത് അവരെ പറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ളത്, 1947 ഓഗസ്റ്റ് 14 നെഹ്റു കൊടുത്തൊരു ഫേമസ്, ജവഹർലാൽ നെഹ്റു, പിന്നീട് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു കൊടുത്തൊരു ഫേമസ് സ്പീച്ച് ഉണ്ട്. എന്താണ്? ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അല്ലേ? ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ആ സ്പീച്ചിന് തൊട്ട് മുൻപ് ഒരു വ്യക്തി വന്ദേമാതരം ആലപിച്ചു. ആ വ്യക്തിയും ആര് തന്നെയാണ്? സുചേത കൃപാലിനി തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പർ ആയിരുന്ന സുചേത കൃപാലിനി തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യം, വന്ദേമാതരം എഴുതിയ വ്യക്തി ആരാണ്? നിങ്ങൾ കമന്റ് ചെയ്യുക. ആ വ്യക്തിയുടെ ഏത് നോവലിലാണ് വന്ദേമാതരം എഴുതപ്പെട്ടത്? കമന്റ് ചെയ്യുക. ആ വ്യക്തിയുടെ ഒരു നോവലിലാണ് വന്ദേമാതരം എഴുതിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ നോവൽ ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒരു സംഭവം നടന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി ഒരു നോവൽ എഴുതി. ആ നോവലിൽ അദ്ദേഹം വന്ദേമാതരം എന്നുള്ള കവിത എഴുതിയിട്ടുണ്ട്. സോ ഈ വ്യക്തി ആരാണ്? നോവൽ ഏതാണ്? ആ റിലേറ്റഡ് സംഭവം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ മൂന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ മൂന്നും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ? സോ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നവർ, നമുക്കത് എടുത്തു പറയേണ്ട കാര്യമില്ല. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് തന്നെയായിരിക്കും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എത്തിയത്. ക്ലിയർ ആണല്ലോ? അടുത്തത് 10ാമത്തെ വ്യക്തി വിജയലക്ഷ്മി പണ്ഡിറ്റ്. 1900 ജനനം, 1990 മരണം. പണ്ഡിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒരു കശ്മീരി പണ്ഡിറ്റ് ഫാമിലിയിൽ നിന്നായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ ഇളയ സഹോദരിയാണ് ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഈ വിജയലക്ഷ്മി പണ്ഡിറ്റ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഇളയ സഹോദരിയായിട്ട് അലഹബാദിൽ ജനിച്ചു. അലഹബാദിന് ഇന്നത്തെ പേരെന്താണ്? പേര് മാറ്റിയിരുന്നു അല്ലേ? പ്രയാഗ്രാജ് എന്നാണ്. പ്രയാഗ്രാജ്. ത്രിവേണി സംഗമം എന്ന് കേട്ടിട്ടുണ്ടോ? ത്രിവേണി സംഗമം, 3 നദികളുടെ സംഗമം. അതിന്റെ ലൊക്കേഷൻ ആണ് ഏത്? പ്രയാഗ്രാജ്. ആ ത്രിവേണി അല്ലെങ്കിൽ ആ 3 നദികൾ ഏതൊക്കെയാണെന്നും നിങ്ങൾ കമന്റ് ചെയ്യുക. പ്രയാഗ്രാജിൽ അല്ലെങ്കിൽ അലഹബാദിൽ, ഉത്തർപ്രദേശിലുള്ള പ്രയാഗ്രാജ് അല്ലെങ്കിൽ അലഹബാദിൽ മീറ്റ് ചെയ്യുന്ന ആ 3 നദികൾ ഏതൊക്കെയാണെന്നും നിങ്ങൾ പറയുക. കേട്ടോ? അവര് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പർ ആയിരുന്നു. പക്ഷേ അവരെ പറ്റി സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം മാർക്ക് ചെയ്തോളുക. ഷീ സെർവ്ഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. യുണൈറ്റഡ് നേഷൻസിന് ഒരുപാട് പ്രധാനപ്പെട്ട ബോഡീസ് ഉണ്ട്. അതിൽ എല്ലാ രാജ്യങ്ങളും മെമ്പർ ആയിട്ടുള്ള ബോഡി ഏതാണ്? UN ജനറൽ അസംബ്ലി. ഈ അടുത്ത് വാർത്തയിലുണ്ടായിരുന്നു നമ്മുടെ പലസ്തീൻ ഇപ്പോൾ ഒരു ഒബ്സർവർ സ്റ്റേറ്റ് ആണ്. പലസ്തീൻ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു
മെമ്പർഷിപ്പ് കംപ്ലീറ്റ്ലി കിട്ടി. ഇന്ത്യ പോലെ, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ പോലെ അല്ലെങ്കിൽ ഇറാൻ പോലെയൊക്കെ ഒരു മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞൊരു വോട്ട് കൊണ്ടുവന്നു. അത് ജനറൽ അസംബ്ലിയിലേക്ക് എത്തുന്നതിന് മുന്നേ അമേരിക്ക വീറ്റോ ചെയ്തു എന്നൊരു കറണ്ട് അഫയേഴ്സ് നമ്മൾ വായിച്ചിരുന്നു. നമ്മൾ വായിച്ചിരിക്കണം കേട്ടോ. അതേ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഫസ്റ്റ് വുമൺ ടു ബി ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ അല്ല, ഫസ്റ്റ് വുമൺ. 1953 മുതൽ 54 വരെ ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. അടുത്ത പോയിന്റ്, ഷി ബിക്കേം ദ ഗവർണർ ഓഫ് മഹാരാഷ്ട്ര 62 മുതൽ 64 വരെ കേട്ടോ. അപ്പോൾ അലഹബാദിൽ ജനിച്ച വ്യക്തി യു പിയിൽ നിന്ന് തന്നെയാണ് എങ്ങോട്ടേക്ക് എത്തിയത്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എത്തിയത്. അവരുടെ ഓട്ടോബയോഗ്രഫിയാണ് നോക്കുക. ദ സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ്, എ പേഴ്സണൽ മെമ്മയർ. ആരുടെ വർക്കാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെ വർക്കാണ്. മറക്കില്ലല്ലോ ഇനി. അടുത്ത വ്യക്തി രാജ്കുമാരി അമൃത് കൗർ. 1887 ജനനം, 1964 മരണം. എവിടെ ജനിച്ചത്? ലക്നൌവിലാണ് ജനിച്ചത്. അവരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, ആദ്യ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ 1927 മാർഗരറ്റ് കസിൻസിനോട് ചേർന്ന്, നോട്ട് ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്, മാർഗരറ്റ് കസിൻസ് എന്ന് പറയുന്ന ഒരു ഐറിഷ് ഇന്ത്യൻ വനിതയാണ്. ആ വനിതയുടെ കൂടെ ചേർന്ന് അവർ ഓൾ ഇന്ത്യ വുമൻസ് കോൺഫറൻസ് സ്ഥാപിച്ചു. സോ ഇന്ത്യയിലെ ആദ്യകാല ഫെമിനിസ്റ്റുകളിൽ ഒരാളാണ് രാജ്കുമാരി അമൃത് കൗർ കേട്ടോ. ഷി വാസ് സെലക്ടഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫ്രം സെൻട്രൽ പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മധ്യപ്രദേശ് കേട്ടോ, ഇന്നത്തെ മധ്യപ്രദേശ്. അവരെ പറ്റി ചോദിച്ചിട്ടുള്ള ചോദ്യം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം നോട്ട് ചെയ്യുക. ഷീ വാസ് ദ ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു ആര്? അതായത് ഫസ്റ്റ് ജവഹർലാൽ നെഹ്റു മിനിസ്ട്രിയിലെ ഹെൽത്ത് പോർട്ട്ഫോളിയോ ആരുടെ കയ്യിലായിരുന്നു? രാജ്കുമാരി അമൃത് കൗറിന്റെ കയ്യിലായിരുന്നു. ക്ലിയർ ആണല്ലോ? രാജ്കുമാരി അമൃത് കൗറിന്റെ കയ്യിലായിരുന്നു. സോ അവർ ഹെൽത്ത് റിലേറ്റഡ് ആണ്. ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓർഗനൈസേഷൻ അറിയാം, എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO അല്ലെ. WHOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ്? പറയുക, കമന്റ് ചെയ്യുക. ഈ WHO-യുടെ ഒരു എന്താ പറയുക, തീരുമാനങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്, അതാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലി. ഈ വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റും ആദ്യത്തെ ഏഷ്യൻ പ്രസിഡന്റും ആരായിരുന്നു? രാജ്കുമാരി അമൃത് കൗർ ആയിരുന്നു. 1950 യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിലേക്ക് നമ്മൾ പറഞ്ഞു പ്രസിഡന്റായ വ്യക്തി ആരാണ്? നമ്മൾ പറഞ്ഞു നെഹ്റുവിന്റെ പെങ്ങളാണ്, വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു പ്രധാനപ്പെട്ട ആമായിട്ടുള്ള വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? രാജ്കുമാരി അമൃത് കൗർ. വനിതാ പ്രസിഡന്റ് എന്ന് മാത്രമല്ല ആദ്യത്തെ ഏഷ്യൻ പ്രസിഡന്റും ഇവർ തന്നെയായിരുന്നു. ദാ മഹാത്മാഗാന്ധിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഷി വാസ് എ സ്റ്റോഞ്ച് ഗാന്ധിയൻ കേട്ടോ. ഷി വാസ് എ സ്റ്റോഞ്ച് ഗാന്ധിയൻ. അടുത്ത വ്യക്തിയാണ് മാലതി ചൗധരി. കൽക്കട്ടയിൽ ജനിച്ചു, പിന്നീട് ഒറീസയിലേക്ക് മാറി. കല്യാണത്തിന് ശേഷം ഒറീസയിലേക്ക് പോയി. 1927 ഒറീസയിൽ എത്തിയിട്ട് ഒറീസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ ജീവിതം മുഴുവൻ പിന്നീട് ഒറീസക്കാർക്ക് വേണ്ടിയായിരുന്നു. ഒറീസയിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഒറീസയിൽ നിന്നും തന്നെ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എത്തി. വേറെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് മാലതി ചൗധരിയെ പറ്റി പഠിക്കേണ്ടതായിട്ടില്ല. ഒറീസയിൽ നിന്നുമാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അടുത്ത വ്യക്തിയെ പറ്റി പഠിച്ചാലോ? സരോജിനി നായിഡു നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? അറിയാവുന്ന എങ്ങനെയാണ്? നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വാനമ്പാടി. അവരുടെ എഴുത്ത് വർക്ക് കാരണം ഷി വാസ് എ പോയറ്റ്. അതുകൊണ്ട് തന്നെ അവർ അറിയപ്പെട്ടിരുന്നത്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുന്നത് കൊണ്ട് അവർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ എന്നാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്താണ്? ഇൻ ദ ബാസാർസ് ഓഫ് ഹൈദരാബാദ്. എന്താ ഹൈദരാബാദിനെ പറ്റി എഴുതാൻ കാരണം മറ്റൊന്നുമല്ല, അവർ ജനിച്ചത് ഹൈദരാബാദാണ്. ഹൈദരാബാദിൽ പ്രധാനപ്പെട്ട ഒരു കോളേജാണ് നിസാം കോളേജ്. ആ നിസാം കോളേജിലെ ഒരു അധ്യാപകനോ പ്രിൻസിപ്പൽ ആയിരുന്നു അവരുടെ അച്ഛൻ കേട്ടോ. അവർ ജനിച്ചത് ഹൈദരാബാദിലാണ്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഇവരെ പറ്റി ചോദിക്കുന്നത് നോട്ട് ചെയ്തോളുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ്, ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാണ്? സരോജിനി നായിഡു ആണ്. ഏത് വർഷം? 1925. ഏത് സെഷൻ? കാൺപൂർ സെഷൻ. കാൺപൂർ എവിടെയാണെന്ന് നമുക്കറിയാം, ഉത്തർപ്രദേശാണ്. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഉത്തരം ആനി ബസന്ത്. അവർ ഇന്ത്യക്കാരി ആയിരുന്നില്ല അല്ലെ?
ആനി ബസന്ത് അയർലൻഡിൽ നിന്നും ഒരു ഐറിഷ് വനിതയായിരുന്നു. സോ ആനി ബസന്ത് ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്, ഏത് സെഷനിൽ, ആ വർഷത്തിൽ എവിടെയാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ് സെഷൻ നടന്നത്? ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്ത് ആണ്. ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു. ക്ലിയർ ആണല്ലോ? അടുത്ത നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, നോട്ട് ചെയ്തുകൊള്ളുക. ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ് നമ്മൾ പഠിച്ചു, സുചേത കൃപാലനി, ഉത്തർപ്രദേശ്. ഫസ്റ്റ് വുമൺ ടു ബിക്കം ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ് സരോജിനി നായിഡു. ഏത് സ്റ്റേറ്റ് ആണ്? അതും ഉത്തർപ്രദേശ് തന്നെയാണ്. 1947 മുതൽ 49 വരെ അവർ ഉത്തർപ്രദേശിന്റെ ഗവർണർ ആയിരുന്നു. 1949 അവരുടെ മരണം. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. അടുത്ത വ്യക്തി ലീല റോയ്. ലീല റോയ് ജനിച്ചത് ഇന്ന് അസാമിലുള്ള ഗോൽപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ എന്താ പറയുക, അവരുടെ ആക്ടിവിറ്റികൾ കൂടുതലും ബംഗാളിലായിരുന്നു. അവരുടെ ഏറ്റവും അടുത്തൊരു അസോസിയേറ്റ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് മറക്കാൻ കഴിയില്ല, നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. പിന്നീട് നേതാജി സ്ഥാപിച്ച പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ്? നമുക്കറിയാം, ഫോർവേഡ് ബ്ലോക്ക് ഇല്ലേ? കുറെ കാലം ഫോർവേഡ് ബ്ലോക്കിന്റെ ഒരു ആക്റ്റീവ് പ്രവർത്തകയായിരുന്നു ലീല റോയ്. കേട്ടോ? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്നും, ഇന്നത്തെ വെസ്റ്റ് ബംഗാൾ, അന്നത്തെ ബംഗാളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരാണ് ലീല റോയ്. ലീല റോയെ പറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം നിങ്ങൾ നോട്ട് ചെയ്തോളുക. ഷീ എസ്റ്റാബ്ലിഷ്ഡ് എ വുമൻസ് ഓർഗനൈസേഷൻ കോൾഡ് ദീപാലി സംഘ. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി ഒരു ഓർഗനൈസേഷൻ ദീപാലി സംഘ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആര്? ലീല റോയ്. രണ്ടാമത്തെ ഓർഗനൈസേഷൻ ലേറ്റർ ഷീ സെറ്റപ്പ് മഹിള ആത്മരക്ഷാ ഫണ്ട്. ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മരക്ഷ സെൽഫ് ഡിഫൻസ് ആണല്ലേ? സോ അങ്ങനെ സ്ത്രീകൾക്ക് കുറച്ച് മാർഷൽ ആർട്സ് പഠിപ്പിക്കുക, അവരുടെ സെൽഫ് ഡിഫൻസ് ഉറപ്പുവരുത്തുക എന്നുള്ള പേരിൽ അവർ ഫോം ചെയ്ത ഓർഗനൈസേഷനാണ് മഹിള ആത്മരക്ഷാ ഫണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞ ഏതാണ്? ദീപാലി സംഘ. കേട്ടോ? അപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഈ സുന്ദരിയായ ലീല റോയ്, വെസ്റ്റ് ബംഗാളുകാരി. കേട്ടോ? 15ാമത്തെയും അവസാനത്തെയും വ്യക്തി രേണുക റേ. രേണുക റേ കൽക്കട്ടയിൽ ജനിച്ചു. വെസ്റ്റ് ബംഗാളിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എത്തി. കൂടുതൽ കാര്യങ്ങൾ അവരെ പറ്റി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പെർസ്പെക്റ്റീവിൽ നിന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എവിടെ നിന്നാണ് എത്തിയത്? വെസ്റ്റ് ബംഗാളിൽ നിന്നുമാണ് എത്തിയത്. അത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഈ 15 പേരെ പറ്റിയുമുള്ള, ഇത് ന്യൂസ് 18 ഒരു ക്രിയേറ്റീവാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ക്രിയേറ്റീവാണ്. 15 പേരെ പറ്റിയുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവരെ പറ്റി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണാം. ഏറ്റവും ആദ്യത്തെ ചോദ്യം, ഹൗ മെനി ഫീമെയിൽ മെമ്പേഴ്സ് വർ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? സിമ്പിൾ അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 389 പേര് ആദ്യം ഉണ്ടായിരുന്നു. അതിൽ 15 പേരായിരുന്നു നമ്മൾ ഈ പറഞ്ഞ വനിതകൾ. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ചോദ്യം, എല്ലാ ചോദ്യത്തിനും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എൻ്റെ അടുത്ത് പറയണം. ഈ ക്ലാസ് മുഴുവൻ കേട്ടിരുന്നിട്ട് ഞാൻ 8 ചോദ്യം ചോദിക്കും, 8ൽ 8 കിട്ടണം. 8ൽ 8 കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണോ എൻ്റെ പ്രശ്നമാണോ? പറഞ്ഞത് മനസ്സിലാകാത്തതുകൊണ്ടാണോ? രണ്ടാമത്തേത്, ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി. നമ്മൾ പറഞ്ഞല്ലോ, നെഹ്റുവിന്റെ പെങ്ങളായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ്. മൂന്നാമത്തെ ചോദ്യം, ദ ഓൺലി ഇന്ത്യൻ വുമൺ ടു ബിക്കം പ്രസിഡന്റ് ഓഫ് ദ വേൾഡ് ഹെൽത്ത് അസംബ്ലി. ചില കേസിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് തെറ്റാണ്. വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടേതാണ് ഇവര്. വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറഞ്ഞാൽ WHO അല്ല, WHO ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഉത്തരം എന്താണ്? നമ്മുടെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന രാജ്കുമാരി അമൃത് കൗർ. എങ്ങനെ ഓർത്തിരിക്കാം? അമൃത് കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം നല്ലതായിരിക്കും നമുക്ക് ഓർത്തിരിക്കാം അല്ലെ? സോ അമൃത് കൗർ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ, WHA വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. ക്ലിയർ ആണല്ലോ? അവരെ പറ്റി തന്നെയാണ് അടുത്ത ചോദ്യം. എന്ത്? ദ ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ വാസ്. 1947 ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ആയതാരാണ്? നമുക്കറിയാം, രാജ്കുമാരി അമൃത് കൗർ. ഇതെല്ലാം SSC RRB പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. കേട്ടോ? ഇനിയുമുണ്ട്, തീർന്നിട്ടില്ല. ഇത്ര മാത്രമല്ല, ഞാൻ സെലക്റ്റീവായിട്ട് എടുത്ത കുറച്ച് ചോദ്യങ്ങളാണ്. ഹു എമംഗ് ദ ഫോളോയിങ് ബിക്കേം എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫ്രം മദ്രാസ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മദ്രാസിൽ നിന്നും വന്ന വനിതയാരാണ്? ഞാൻ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അമ്മു സ്വാമിനാഥൻ, കമല ചൗധരി, ഹൻസ മെഹ്ത, ബീഗം ഐസസ് റസൂൽ. സോ അതിലൊരു മദ്രാസി എന്ന് നമ്മൾ വിളിക്കാറുണ്ടല്ലോ നോർത്ത് ഇന്ത്യക്കാർ. ആ ഒരു സൗത്ത് ഇന്ത്യൻ ടച്ചുള്ള പേര് അമ്മു സ്വാമിനാഥനാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് മാർക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം.
എന്നാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. പാലക്കാടിൽ ജനിച്ച് മദ്രാസിൽ നിന്ന് പോയ അമ്മുക്കുട്ടി സ്വാമിനാഥൻ, നമ്മൾ ഓൾറെഡി പഠിച്ചില്ല. അവരുടെ മകളായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ അല്ലെങ്കിൽ ലക്ഷ്മി സെഹ്ഗാൾ, ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ച. ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഫ്രീ ഇന്ത്യ വാസ്. ഉത്തരം സരോജിനി നായിഡു, നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. ഏതായിരുന്നു സംസ്ഥാനം? ഉത്തർപ്രദേശ്. ദ ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആരാണ്? സുചേത കൃപാലിനി. ഏതാണ് സ്റ്റേറ്റ്? ഉത്തർപ്രദേശ്. എല്ലാത്തിനും ഉത്തരം കിട്ടുന്നുണ്ടല്ലോ അല്ലെ? എല്ലാത്തിനും ഉത്തരം കിട്ടുന്നുണ്ടല്ലോ. ഹു വാസ് ദ ഓൺലി മുസ്ലിം വുമൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? ആരാണ്? ബീഗം ഐസസ് റസൂൽ. മുസ്ലിം ലീഗ് മെമ്പർ ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ബീഗം ഐസസ് റസൂൽ. ക്ലിയർ ആണല്ലോ? ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത് SSC RRB പരീക്ഷകളിൽ നിന്ന്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഈ 15 പേരെ പറ്റിയും വ്യക്തമായിട്ട് പഠിക്കുക. 389 മെമ്പേഴ്സിനെ പറ്റി പഠിക്കേണ്ട കാര്യമില്ല. എന്നാൽ മറ്റുള്ള ചില പ്രധാനികളുണ്ട്, അതിൽ ചില പ്രധാനപ്പെട്ട കമ്മിറ്റികളുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ആരായിരുന്നു ചെയർമാൻ, ആരായിരുന്നു മെമ്പേഴ്സ്, ഇതെല്ലാം നമുക്ക് അറിയണം. ഇതെല്ലാം നമ്മുടെ വരുന്ന ക്ലാസ്സുകളിലൂടെ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അതോർത്ത് നിങ്ങൾ വറീഡ് ആവണ്ട. ഈ തരുന്ന ക്ലാസ് നല്ല വൃത്തിക്ക് പഠിക്കുക, നല്ലപോലെ നോട്ട് എഴുതുക. ഈ ക്ലാസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക്, മറ്റുള്ള ആസ്പിരൻസിന് ഈ ചാനൽ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.